കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ യുവതിയുടെ ആരോഗ്യനില മോശമായി തുടർന്നു. ആന്തരികാവയവങ്ങളിൽ അണുബാധയുള്ളതിനാൽ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് യുവതി. ഡോക്ടറുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസിന്റെ നീക്കം. വിവരങ്ങളുമായി ലിബി സജീന്ദ്രൻ. ലിബി, ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ ഡോക്ടർമാർ എന്ത് സൂചനകളാണ് നൽകുന്നത്? നികേഷ്, ഏറ്റവും ഒടുവിൽ നമുക്ക് ആശാവഹമായ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഈ പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ട് എന്ന് ഇപ്പോൾ അല്പം മുമ്പ് ഡോക്ടർമാർ സന്ദർശിച്ചതിന് ശേഷം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ റൂമിലേക്ക് മാറ്റാൻ സാധിക്കും. റൂമിലേക്ക് മാറി ആരോഗ്യനിലയിൽ മെച്ചം ഉണ്ടായിക്കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ കസ്റ്റഡി ആപ്ലിക്കേഷൻ പോലീസ് നൽകുകയും ചെയ്യും. കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും ഈ ആൺ സുഹൃത്തിലേക്കുള്ള അന്വേഷണമൊക്കെ ഉണ്ടാകുക. അത് വേണ്ടി വരുന്നെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള അന്വേഷണവുമായി പോലീസ് പോവുകയുള്ളൂ. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ നവജാത ശിശുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടന്ന സമയത്ത് തന്നെ DNA സാമ്പിൾ ശേഖരിച്ച് പോലീസിന് കൈമാറിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അത് അയച്ചിരുന്നില്ല ഇതിൻ്റെ പരിശോധനയ്ക്കായി. നാളെ DNA പരിശോധനയ്ക്കായി ഇതിൻ്റെ സാമ്പിളും അയക്കുന്നുണ്ട്. ഏതായാലും ഈ പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയല്ല, കാര്യമായ പുരോഗതി തന്നെ ഉണ്ട് എന്നാണ് ഒടുവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റാനും സാധിക്കും. നികേഷ്, ലബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.